കാസർഗോഡ് ചീമേനിയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. വിവാഹ ചടങ്ങിന് പോകുന്ന സംഘം സഞ്ചരിച്ച കാറാണ് കത്തി നശിച്ചത്. ആളപായമില്ല. പ്രദീപ് നാരായണനുണ്ട് കാസർഗോഡ് നിന്ന്. പ്രദീപ്, ഇത് എന്താണ് സംഭവിച്ചത്? ആളപായമില്ല എന്നുള്ളത് അത് സ്ഥിരീകരണമുണ്ടോ അതിന്? അത് അങ്ങനെയാണെങ്കിൽ അതൊരു ആശ്വാസകരമായ വാർത്തയാണ്. കാർ എങ്ങനെയാണ് കത്തിയത്? കൂടുതൽ വിവരങ്ങൾ പറയും. അനൂപ്, തീർച്ചയായും ഇതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ബോണറ്റിൽ നിന്നും പുകയുരുന്നത് കണ്ട് ഈ കാറിലുണ്ടായിരുന്ന 3 പേരും പുറത്തിറങ്ങിയതിനാൽ മാത്രമാണ് ആളപായമില്ലാതെ രക്ഷപ്പെട്ടത്. ഇവർ പടന്നയിൽ നിന്നും കമ്പല്ലൂരിലേക്ക് ഒരു വിവാഹ ചടങ്ങിനായി പോവുകയായിരുന്നു. ആ സമയത്താണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. പടന്ന സ്വദേശി നൗഫലിൻ്റെതാണ് കാർ. നൗഫലും മറ്റ് 2 സുഹൃത്തുക്കളുമാണ് കാറിലുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് വാഹനം നിർത്തി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ വന്നിരുന്നു. അപ്പോഴേക്കും തീ ആളി പടരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഫയർഫോഴ്സ് ഉൾപ്പെടെ അവിടെ എത്തിയെങ്കിലും തീ പൂർണ്ണമായും അണക്കാൻ സാധിച്ചില്ല. കാർ പൂർണ്ണമായും അഗ്നിക്കിരയാകുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ആളപായമില്ലാതെ രക്ഷപ്പെട്ടത് ആശ്വാസം തരുന്ന വാർത്തയാണ്. സ്മിത, അനൂപ്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.